നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. 48 വർഷത്തിന് ശേഷം കുവൈറ്റിൽ ഗതാഗത നിയമത്തിൽ മാറ്റം. പുതിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ. പ്രവാസികൾക്ക് ഇനി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാനാകുക ഒരു വാഹനം മാത്രം. പ്രവാസികൾക്ക് ആശ്വാസം. അരമണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് എത്താൻ അതിവേഗ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച എത്തിഹാദ് റെയിൽ. എമിറേറ്റ്സിന്റെ A350 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക്. ആദ്യ സർവീസ് റിപ്പബ്ലിക് ദിനത്തിൽ. മുംബൈയിലേക്കും അഹമ്മദാബാദിലേക്കും തുടക്കം. വിമാനത്തിൽ അതിവേഗ വൈഫൈ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ട പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ വനംവകുപ്പ് വാച്ചറുടെ ഭാര്യ. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെതിരെ ജനരോഷം. നരഭോജി കടുവയ്ക്കായി കണക്കാക്കി വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ്. പഞ്ചാരക്കൊല്ലി ഉൾപ്പെടെ 4 മേഖലകളിൽ നിരോധനാജ്ഞ. അടിയന്തര സഹായമായി 5 ലക്ഷം നൽകി. രാധയുടെ സംസ്കാരം നാളെ. ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതിയെന്നും വിഷയത്തിൽ CPIക്കും RJDക്കും ഒളിച്ചുകളിയെന്നും രമേശ് ചെന്നിത്തല. പദ്ധതി ഉപേക്ഷിക്കും വരെ പ്രതിഷേധത്തിനൊരുങ്ങി UDF. പ്രതിപക്ഷത്തിന്റെ ജലചൂഷണ കഥ പൊളിയുമെന്ന് മന്ത്രി MB രാജേഷ്. വാർത്തകൾ വിശദമായി നോക്കിയാൽ കുവൈറ്റിൽ പുതിയ ട്രാഫിക് നിയമം ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. നിലവിൽ ട്രാഫിക് പിഴകളുള്ളവർ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അടച്ചു തീർക്കണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 48 വർഷത്തിന് ശേഷമാണ് കുവൈറ്റിലെ ട്രാഫിക് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത്. പുതുക്കിയ നിയമപ്രകാരം നിരോധിത മേഖലകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പിഴ 15 കുവൈറ്റ് ദിനാർ ആയിരിക്കും. പുതിയ നിയമപ്രകാരം പ്രവാസികൾക്ക് അവരുടെ പേരിൽ ഒരു വാഹനം മാത്രമേ സ്വന്തമാക്കാൻ കഴിയൂ. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 90 ദിവസത്തിനു ശേഷമാണ് നിയമം പ്രാബല്യത്തിലാവുക. ദുബായ് അബുദാബി അതിവേഗ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച് എത്തിഹാദ് റെയിൽ. നിലവിൽ 1.5 മണിക്കൂറിലേറെ കാർ യാത്ര വേണ്ടിടത്താണ് അരമണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതി UAE നടപ്പിലാക്കുന്നത്. ദുബായിലെയും അബുദാബിയിലെയും പ്രധാന നഗരങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചാകും അതിവേഗ ട്രെയിൻ സർവീസ്. ഇത്തിഹാദ് അതിവേഗ റെയിൽ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അബുദാബി അൽഫായ സ്റ്റേഷനിൽ നടന്നു. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. അബുദാബിയിലെ റീം ഐലൻഡ്, സാദിയത്ത്, യാസ് ഐലൻഡ്, സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളും ദുബായ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്, അൽജദാഫ് എന്നീ പ്രദേശങ്ങളും ബന്ധിപ്പിച്ചാവും അതിവേഗ ട്രെയിൻ സർവീസ്. നിലവിൽ 2 മണിക്കൂറോളം റോഡ് യാത്രാ സമയം വേണ്ടിടത്താണ് അരമണിക്കൂർ കൊണ്ട് ഓടിയെത്താവുന്ന അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ UAE ഒരുങ്ങുന്നത്. എന്നാൽ അതിവേഗ ട്രെയിൻ എന്നു മുതൽ സർവീസ് തുടങ്ങുമെന്ന് അറിയിച്ചിട്ടില്ല. അതിനിടെ എത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് ഈ വർഷം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽ പാളങ്ങളുടെ നിർമ്മാണവും പരീക്ഷണ ഓട്ടവുമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാവും എത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തുക. പരമാവധി 200 കിലോമീറ്റർ വേഗത്തിലാകും പാസഞ്ചർ ട്രെയിനുകൾ സഞ്ചരിക്കുക. അമൃത ന്യൂസ്, ദുബായ്. എമിറേറ്റ്സിന്റെ അത്യാധുനിക A350 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. റിപ്പബ്ലിക് ദിനം മുതൽ മുംബൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് 1:15 ദുബായിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മുംബൈയിലെത്തും. മുംബൈയിൽ നിന്നും തിരികെ രാത്രി 7:20 പുറപ്പെട്ട് രാത്രി 9:05 ദുബായിലെത്തും. അഹമ്മദാബാദിലേക്ക് ദിവസവും രാത്രി 10:50 സർവീസ്. തിരികെ പുലർച്ചെ 4:25 പുറപ്പെട്ട് 6:15 ദുബായിലെത്തും. അതിവേഗ വൈഫൈ കണക്ടിവിറ്റി ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള വിമാനങ്ങളാണ് A350. എഡിൻബർഗ്, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ എമിറേറ്റ്സ് A350 വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്.
കുവൈറ്റിൽ കൃത്രിമ ബീജ സങ്കലനത്തിലൂടെ വാടക അമ്മയിൽ നിന്ന് ജനിച്ച ഒരു കുവൈറ്റ് പൗരന്റെ 3 പെൺമക്കളുടെ പൗരത്വത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ച് അപ്പീൽ കോടതി. കുവൈറ്റിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒരു DNA പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. കൃത്രിമ ബീജ സങ്കലനത്തിന് ഉപയോഗിക്കുന്ന ഭ്രൂണത്തിന്റെ ഉടമയല്ലാത്തതിനാൽ കുട്ടികളുടെ ജീനുകൾ ഭാര്യയുടെ ജീനുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഫലങ്ങൾ തെളിയിച്ചു. എന്നാൽ ഭർത്താവിന്റെ ജീനുകളുമായി പൊരുത്തപ്പെടുന്നുമുണ്ട്. അതനുസരിച്ച് ആരോഗ്യ മന്ത്രാലയത്തിലെ ജനന മരണകാര്യങ്ങളുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ജനന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അഭ്യർത്ഥന നിരസിച്ചു. പെൺമക്കൾക്ക് ആവശ്യമായ രേഖകൾ ലഭിക്കുന്നതിന് തടസ്സമായതോടെയാണ് കുവൈറ്റി പൗരൻ കോടതിയെ സമീപിച്ചത്. ഇനി മറ്റു വാർത്തകൾ നോക്കിയാൽ വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. പഞ്ചാരക്കൊല്ലി അപ്പച്ചന്റെ ഭാര്യ രാധയാണ് കൊല്ലപ്പെട്ടത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കടുവയെ പിടികൂടാൻ ശ്രമം ഊർജിതമാക്കി വനംവകുപ്പ്. രാധയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ കൈമാറി. മൃതദേഹം നാളെ സംസ്കരിക്കും. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കടുവയുടെ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെട്ടത്. തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ സമയത്താണ് ആക്രമണമുണ്ടായത്. സാധാരണ പരിശോധനയ്ക്കെത്തിയ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് സ്ഥലത്ത് പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ടായി. മൃതദേഹം പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാധയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയതോടെയാണ് മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചത്. നമ്മളിപ്പോ കൂട് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ കൂട്ടില് കൂടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം അത് രണ്ടാമതും ആ വഴിക്ക് സഞ്ചരിച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അത് അകപ്പെടും എന്നുള്ളത് പ്രതീക്ഷ. ഏതായാലും അത് നേരം വിളിക്കുന്നവരെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. രാധയെ ആക്രമിച്ച സ്ഥലത്ത് വനം വകുപ്പ് പിന്നീട് കൂട് സ്ഥാപിച്ചു. 100-ലധികം വരുന്ന വനം വകുപ്പ് RRT സംഘം പ്രദേശത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഉന്നത വനപാലക സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. രാധയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ മന്ത്രി OR കേളു കൈമാറി. രാധയുടെ വീട്ടിലെത്തിയ കളക്ടർക്ക് നേരെയും നാട്ടുകാർ പ്രതിഷേധമുയർത്തി. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാളെ 8 മണിയോടെ പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലെത്തിക്കും. തുടർന്നാകും സംസ്കാരം. കടുവ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടിയിൽ നാളെ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ഇന്നു തന്നെ അടിയന്തര ധനസഹായം കൈമാറുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. 5 ലക്ഷം രൂപയാണ് ഇന്ന് നൽകുക. ബാക്കിയുള്ള കാര്യങ്ങൾ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മളിപ്പോ കൂട് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ കൂട്ടില് കൂടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം അത് രണ്ടാമതും ആ വഴിക്ക് സഞ്ചരിച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അത് അകപ്പെടും എന്നുള്ളത് പ്രതീക്ഷ. ഏതായാലും അത് നേരം വിളിക്കുന്നവരെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഈ RRT ടീമും അതിൻ്റെ കൂടെ തന്നെ നാളെ നേരം വിളിക്കുന്നവർ അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഇതാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളൊരു ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കുടുംബത്തിനുള്ള ആദ്യ കൂടി കോമ്പൻസേഷൻ നമ്മൾ ഇപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു 5 ലക്ഷം നമ്മൾ. കടുവയെ പിടികൂടാനുള്ള വനം വകുപ്പ് ദൗത്യം ആരംഭിച്ചതിനാൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം പ്രദേശത്ത് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നും കളക്ടർ പറഞ്ഞു. 44 പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ കുട്ടികൾ കൊണ്ടുപോകുന്ന സമയത്തിലെ ഒരു നല്ല ഒരു കെയർ ഉണ്ടായിരിക്കണം പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഹാഡ് ഗിവൻ ഡയറക്ഷൻസ്. അത് അവർ കൃത്യമായിട്ട് പാലിച്ചിട്ടുമുണ്ട്. മറ്റുള്ള കുറച്ച് അനൗൺസ്മെന്റും മറ്റുള്ള കാര്യങ്ങളും RRTയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു അവിടെ പ്രസൻസും അതുപോലെ തന്നെ പോലീസിന്റെ ഒരു പ്രസൻസും ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫീൽഡിലാണ്, എല്ലാവരും അലർട്ടായിട്ട്. മറ്റു സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടല്ലോ, അവിടങ്ങളിൽ ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? യെസ്, അത് ലാസ്റ്റ് നമ്മളൊരു മീറ്റിംഗ് നമ്മൾ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അധ്യക്ഷതയിൽ. അവിടെയും നമ്മളത് തീരുമാനിച്ചതാണ്. എവിടെയൊക്കെ നമുക്ക് കടുവയുടെ പ്രസൻസോ എലിഫന്റിന്റെ പ്രസൻസോ ഉണ്ട് അവിടെയൊക്കെ എല്ലാം
പൊതുജനങ്ങൾ അറിയുന്ന പോലെ പഞ്ചായത്ത് മുഖേന നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നടത്തുന്നുണ്ട്. താങ്ക് യു. അതേസമയം രാധയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവയെ സംഭവ സ്ഥലത്തിന് തൊട്ടടുത്ത് കണ്ടുവെന്ന് സ്ഥിരീകരിച്ച് നാട്ടുകാരനായ സനോജ്. മൃതദേഹം മാറ്റുന്നതിനിടയിലാണ് കടുവയെ കണ്ടത്. രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ പഞ്ചാരക്കൊല്ലിയിൽ ഈ കടുവ രാധ എന്ന ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിനുശേഷം കടുവയെ കണ്ടു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ കടുവയെ കണ്ട ഇവിടുത്തെ പ്രദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ആക്രമണം ഉണ്ടായതിനു ശേഷമാണോ പിന്നെയും നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഈ കടുവയെ കണ്ടു? അതെ കണ്ടിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ബോഡി കിടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഞങ്ങളൊരു 3 ആൾ, ഞാനും വേറെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ബോഡി കിടന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് പോയതാണ്. കാൽപ്പാടും കാണാൻ ബ്ലഡും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേട്ടിട്ട് പുറകിൽ വന്ന ചേട്ടൻ പറഞ്ഞു എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു ഗർജനം പോലെ. അപ്പം നമ്മൾ പറഞ്ഞു അത് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാമത് പിന്നെ ഒന്നും കൂടെ കേട്ടു. അങ്ങനെ കേട്ടിട്ട് നോക്കുമ്പോൾ മുമ്പിൽ പോയ ചങ്ങായി പറഞ്ഞാടാ ഇത് ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് റിട്ടേൺ ഓടുക ചെയ്ത്. അപ്പോൾ ഞാൻ ഏറ്റവും മുമ്പിലായിപ്പോയി. ഞാൻ നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ നിന്ന് ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് മേലോട്ട് കയറിപ്പോയി. പിന്നെ അവിടെ നിന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഓടി. ഈ കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു ഇത്തരത്തിൽ? ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. മൂപ്പര് ഫ്രണ്ടിൽ പോയ ആൾ കറക്റ്റായിട്ട് കണ്ടു. പക്ഷെ ഞാൻ ഈ പുള്ളിക്കാരനെ നമ്മളെ കളിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുള്ള നോക്കിയിട്ടാണ് നോക്കുമ്പോൾ ഇതൊരു കാട് ഇങ്ങനെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നത് ഞാൻ കണ്ടു. ബേക്ക് ഭാഗവും മേൽഭാഗവും മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മുമ്പ് ഈ പ്രദേശത്ത് ഈ കടുവ ശല്യമൊക്കെ ഉണ്ടായിരുന്നു? അല്ല, ഇവിടെ എനിക്ക് ഇവിടത്തെ കുറിച്ച് കറക്റ്റ് അറിയില്ല. എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. ഞാനിങ്ങനെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് കണ്ടതാണ്. ഈ മരണപ്പെട്ട രാധയുടെ അവരെ ശരിക്കുള്ള വീടിന്റെ അടുത്താണ് എൻ്റെ വീട്. അടുത്തല്ല, കുറച്ച് ദൂരം അവിടെ. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ കടുവയുണ്ടെന്ന് ജനങ്ങൾ ഉറപ്പിക്കുകയാണ്, പ്രദേശവാസികൾ ഉറപ്പിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ. കടുവയ്ക്കായുള്ള തെരച്ചിൽ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്. ബ്രൂവറിയുമായി മുന്നോട്ടു പോകുമെന്ന സർക്കാർ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കൊക്കക്കോള കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ സമരം ചെയ്തവരാണ് ഇപ്പോൾ പ്ലാന്റ് കൊണ്ടുവരുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഒയാസിസ് ഗ്രൂപ്പ് ഡയറക്ടർ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ്. ഇത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതിയാണെന്നും സഭയിലെ പ്രസംഗം അതിന് തെളിവാണെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. വിഷയത്തിൽ CPIയും RJDയും ഒളിച്ചു കളിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണ്ട് കൊക്കക്കോള കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി സമരം നടത്തിയ ഇടതുപക്ഷക്കാരാണ് ഇപ്പോൾ 600 കോടി രൂപയുടെ ഒരു പ്ലാന്റ്, വിവിധ പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുന്നത്. ഈ ഉത്തരവിൽ തന്നെ, ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിൽ തന്നെ ഈ കമ്പനിയെ പ്രകീർത്തിക്കുകയാണ്. ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ജലചൂഷണ കഥ പൊളിയുമെന്നും സ്പിരിറ്റ് വ്യാവസായിക ഉൽപ്പന്നമാണെന്നും മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി മറുപടി പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട അവസ്ഥയാണ് പ്രതിപക്ഷത്തിനെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല എന്നും അദ്ദേഹം ചോദിച്ചു. സ്പിരിറ്റിന്റെ പ്രധാന ഉപയോഗം മദ്യമാണെന്നാൽ മദ്യം മാത്രമല്ല, വേറെയും പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങളുണ്ട്. ഭാവിയിൽ എത്തനോൾ പെട്രോളിലും അതുപോലെ ഇന്ധനത്തിലും ബ്ലെൻഡ് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു നയം തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പിരിറ്റിൻ്റെ ഡിമാൻഡ് കൂടും. ആശുപത്രികൾക്ക് സ്പിരിറ്റ് ആവശ്യമുണ്ട്, പല ആവശ്യങ്ങൾക്കും. ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ് ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. ചിലരുടെ വിചാരം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മദ്യത്തിൽ അടിക്കാനുള്ള സാധനം മാത്രമാണെന്നാണ്. ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ്. മറ്റേതൊരു വ്യവസായവും വരുന്നത് പോലെയാണ്. അതിവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. എക്സൈസ്, ഡിസ്റ്റിലറി, മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണ്ടേ ഒരു വിവാദ മൂല്യമുണ്ടല്ലോ. ബ്രൂവറിയിൽ CPI നിലപാട് തന്നെയാണ് ഞങ്ങളുടേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണ് ഞങ്ങളുടേതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അഭിപ്രായമൊന്നുമില്ല. അവർ ജനങ്ങളുടെ പ്രശ്നം കൂടി പരിഹരിച്ച് പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നാണ്. അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. വേറെ എന്താ സംശയം? വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നേ ഉള്ളൂ. അൻവർ പ്രശ്നം വിട്ടിരിക്കുന്നു. അൻവർ മുമ്പേ UDF ആണ്. ഇപ്പോൾ ചേരാൻ പോകുന്ന പുറത്ത് നിൽക്കുകയല്ലേ. അതിനാണ് മാപ്പ് പറഞ്ഞുകൊണ്ട് പുറത്ത് നിന്നിട്ട് എന്നെ ഒന്ന് കയറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞങ്ങൾ അന്നേ UDF
ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടെ 17,000 ഏക്കർ ഭൂമി വനമാക്കാൻ നീക്കം. ജില്ലയിൽ 1,837 ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് വർഷങ്ങളായി മരവിച്ചിരുന്ന നടപടികൾക്ക് സർക്കാർ വേഗം കൂട്ടിയിരിക്കുന്നത്. മൂന്നാറിൽ കണ്ണൻദേവൻ റിസർവ് എന്ന പേരിൽ 2010 VS സർക്കാർ സംരക്ഷിത വനത്തിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു അന്ന് വനമന്ത്രി. ഈ വിജ്ഞാപനത്തിന്റെ അന്തിമ നടപടികളിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 1 ഇഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കില്ലെന്ന് ഇടതു നേതാക്കൾ പറയുന്നതിനിടെയാണ് കൂടുതൽ പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജില്ലയിൽ 1 ഇഞ്ച് പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തുകയും കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെ പതനം നടത്തുകയും ചെയ്ത CPM നേതൃത്വം ഗവൺമെന്റാണ് നമ്മുടെ ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ദേവികുളം താലൂക്കിലെ KDH വില്ലേജിൽ 16 ബ്ലോക്ക് നമ്പറുകളിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് കണ്ണൻദേവൻ റിസർവിലുള്ളത്. 100 കണക്കിന് എസ്റ്റേറ്റ് ലയങ്ങളും 1000 തൊഴിലാളികളും റിസർവിന്റെ പരിധിയിൽ താമസിക്കുന്നുണ്ട്. എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന് സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും. 1000 വിനോദസഞ്ചാരികൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൗണിനു ചുറ്റും സംരക്ഷിത വനമാകും. അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ മൂന്നാറിൽ നിന്ന് ജനങ്ങൾ കുടിയിറങ്ങേണ്ടി വരുമെന്നും കോൺഗ്രസ് ആരോപിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. റേഷൻ വ്യാപാരികളും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ച പരാജയം. വേതന പാക്കേജ് പരിഷ്കരിക്കാൻ പ്രയാസമെന്ന മന്ത്രിമാർ. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് സമരം ആരംഭിക്കുന്നത്. ഇപ്പോൾ നൽകുന്ന 18,000 രൂപ വേതനം 30,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. എന്നാൽ മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ ചർച്ചയിലും ഇക്കാര്യത്തിൽ പരിഹാരമാകാത്തതിനാൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് തീരുമാനം. റേഷൻ വ്യാപാരികളുടെ പ്രശ്നത്തിൽ 6 മാസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ട് 8 വർഷം പിന്നിട്ടതായും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇനിയും ഇത് നീട്ടിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നുമാണ് നേതാക്കളുടെ നിലപാട്. ഗവൺമെന്റിന് സാമ്പത്തിക ഞെരുക്കമുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ നിവൃത്തിയില്ല. സാമ്പത്തികം ഉണ്ടാകുന്ന മുറയ്ക്ക് അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് കഷ്ടി ഒരു 3-4 മിനിറ്റ് അവിടെ ഇരുന്ന ശേഷം അദ്ദേഹം ഹോൾ വിട്ടു പോയി. ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാൻ പോലും അദ്ദേഹം ഇരുന്നില്ല. മുഴുവൻ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തി എല്ലാവരും ഒരേ സ്വരത്തിൽ ഐക്യകണ്ഠേന പറഞ്ഞത് നാം പ്രഖ്യാപിച്ച സമരം അതിശക്തമായി മുന്നോട്ട് പോകണം. വേതന പാക്കേജ് ലഭിക്കാത്ത സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സമരമല്ലാതെ ഇതിന് മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സംഘടനകളുടെ തീരുമാനം. അതേസമയം റേഷൻ വ്യാപാരികളുടെ സമരം സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തെ തകിടം മറിക്കും. ഇത് സാധാരണക്കാരുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പോള നിറഞ്ഞ ആലപ്പുഴ നഗരത്തിലെ കനാലുകൾ. നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചതോടെ വാണിജ്യ കനാലിൽ ജലഗതാഗതവും ദുഷ്കരമായി. പാടമോ പച്ചവിരിച്ച മൈതാനമോ അല്ല, കനാലാണിത്. പക്ഷേ കാഴ്ചക്കാർ ശങ്കിച്ചു പോയാലും അത്ഭുതപ്പെടാനില്ല. അത്രത്തോളം പോള പുതച്ചു കിടക്കുകയാണ് ആലപ്പുഴ നഗരത്തിലെ കനാലുകൾ. AS കനാലിൽ മട്ടാഞ്ചേരി പാലം മുതൽ കൊമ്മാടി വരെ പോള നിറഞ്ഞ അവസ്ഥയിലാണ്. കനത്ത മഴ പെയ്താൽ വീടുകളെല്ലാം വെള്ളത്തിലാകുമെന്നുറപ്പ്. കനാലിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണ്. കനാലിൽ പോള കൂടാതെ കാട്ടുചേമ്പും വള്ളിച്ചെടികളും വളർന്നു പന്തലിച്ചു. തീരത്തുണ്ടായിരുന്ന മരങ്ങൾ പലതും കനാലിലേക്ക് വീണിട്ട് മാസങ്ങളായിട്ടും നീക്കാനുള്ള നടപടിയില്ല. നഗരത്തിലെ പ്രധാന തോടുകളെല്ലാം പോള തിങ്ങിയ നിലയിലാണ്. വാണിജ്യ കനാലിൽ ചുങ്കം പാലം മുതൽ കിഴക്കോട്ട് പോള തിങ്ങി നിറഞ്ഞതോടെ ജലഗതാഗതവും ദുഷ്കരമായി. പോള നീക്കി വളരെ പ്രയാസപ്പെട്ടാണ് ചെറുവള്ളങ്ങൾ ഇതിലെ കടന്നുപോകുന്നത്. പോള നീക്കാനായി യന്ത്രമെത്തിച്ചെങ്കിലും കേടായതോടെ പോളവാരൽ പാതി വഴിക്ക് നിലച്ചു. 90 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ പോളവാരൽ യന്ത്രം കൂടുതൽ സമയവും നോക്കുകുത്തിയാണ്. നന്നാക്കിയെടുത്താലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും കട്ടപ്പുറത്ത് കയറും. അമൃത ന്യൂസ്, ആലപ്പുഴ. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സമരം പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ. പുതിയ കാർഷിക വിപണന നയത്തിനെതിരെയാണ് സമരം. അടുത്ത മാസം 8, 9 തീയതികളിലാണ് കർഷകർ പ്രക്ഷോഭം നടത്തുക. അന്നേ ദിവസം MP-മാരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കും. സംയുക്ത കിസാൻ മോർച്ചയും മറ്റ് കർഷക സംഘടനകളും സമരത്തിൽ പങ്കെടുക്കും.
അതിരപ്പിള്ളയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. 1.5 ദിവസമായി ഉൾക്കാട്ടിലായിരുന്ന കാട്ടാനയെ ഇന്നാണ് കണ്ടെത്താനായത്. ആനയുടെ മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്ന് പഴുപ്പ് നീക്കം ചെയ്ത ശേഷം മരുന്നും ആന്റിബയോട്ടിക്കുകളും നൽകി ആനയെ കാട്ടിലേക്ക് മോചിപ്പിച്ചു. ആനയ്ക്ക് തുടർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ദിവസം മുൻപേ ദൗത്യത്തിനിടെ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ ആനയെക്കുറിച്ച് വിവരങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് കാടിറങ്ങിയ കാട്ടാനയെ കണ്ടെത്താനായത്. 3 കാട്ടാനകൾക്കൊപ്പം നിന്ന കൊമ്പൻ വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടി പുഴയിലെ തുരുത്തിലേക്ക് മാറി. ഇതിനിടയിൽ ദൗത്യസംഘം മേഖലയിലെത്തി. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ 2ാം ബ്ലോക്കിൽ വെച്ച് മയക്കുവെടി വെച്ചു. രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി. പിന്നാലെ ആനയെ വടം വെച്ച് ബന്ധിപ്പിച്ച ശേഷം കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി. ഏണിയിൽ കയറി നിന്ന ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ നൽകി. ആനകൾ ഏറ്റുമുട്ടിയപ്പോഴുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ മസ്തകത്തിലുള്ളതെന്നും മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുമായിരുന്നുവെന്നും ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. ആനയ്ക്ക് തുടർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അരുൺ സക്രിയ കൂട്ടിച്ചേർത്തു. പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് 50%. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെന്റ് മൂഡിലും ബാക്കിയെല്ലാ ആക്ടിവിറ്റിയിലും അപ്പം നമ്മൾ ഇനി ഫർദർ ഒബ്സർവ് ചെയ്യണം. ഇതിന് ബാക്കി എല്ലാ ഫംഗ്ഷനിങ്ങും പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. 3 ദിവസത്തെ പ്രയത്നമായിരുന്നുവെന്നും എല്ലാവരുടെയും സഹായ സഹകരണത്തിന് നന്ദിയുണ്ടെന്നും DFO R ലക്ഷ്മി പറഞ്ഞു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായാലും നമുക്ക് ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. ആനിമലിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മയക്കം വിട്ടുമാറിയ ആനയെ പിന്നീട് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കാട്ടിൽ മോചിപ്പിച്ചു. വനംവകുപ്പിന്റെ 3 ദിവസത്തെ പ്രയത്നത്തിന് വിരാമം. കാടിറങ്ങിയ കൊമ്പനെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കാനായത് വനംവകുപ്പിന് ഏറെ ആശ്വാസകരം. അതിരപ്പള്ളിയിൽ നിന്നും അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ കിണറ്റിൽ നിന്ന് കരകയറ്റിയ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തി. വയനാട്ടിൽ നിന്നെത്തിച്ച സുരേന്ദ്രൻ, വിക്രം എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്തുമെന്ന് വനംവകുപ്പ് അധികൃതർ നേരത്തെ കർഷകർക്ക് ഉറപ്പു നൽകിയിരുന്നു. ആന വീണ്ടും തിരിച്ചെത്തി കൃഷിയിടം നശിപ്പിക്കാനിടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. തുടർ ദിവസങ്ങളിലും നിരീക്ഷണം തുടരും. 20 മണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയ ആനയെ ഇന്നലെ രാത്രിയോടെയാണ് കിണറിന്റെ ഒരു ഭാഗം പൊളിച്ച് കരക്കെത്തിച്ചത്. ആനയുടെ ആരോഗ്യനില മോശമാണെന്ന് DFO അറിയിച്ചു. സംവിധായകൻ B. ഉണ്ണികൃഷ്ണനെതിരെ കേസ്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പരാതി. നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ 2ാം പ്രതിയാക്കിയാണ് കേസ്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തതിന്റെ വിരോധം തീർക്കും വിധം B. ഉണ്ണികൃഷ്ണൻ പെരുമാറിയെന്നാണ് സാന്ദ്ര തോമസിന്റെ പരാതി. നിർമ്മാതാക്കളുടെ സംഘടനാ യോഗത്തിൽ അപമാനിച്ചുവെന്നും സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമങ്ങൾ നടത്തിയെന്നും പരാതിയിലുണ്ട്. നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ പുറത്താക്കൽ നടപടി കോടതി നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ തർക്കപരിഹാരവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ടെന്ന സാന്ദ്രയുടെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെ സംഘടനയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കിയെന്ന കാരണത്താലാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കിയത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത തുടരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതെ K. സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളുടെ പേരുകൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും സാമുദായിക സമവാക്യങ്ങളും ഗ്രൂപ്പ് തീരുമാനങ്ങളുമാകും അന്തിമമാവുക. കേരളത്തിലെത്തിയ ASSC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു വിഭാഗം നേതാക്കൾ മാത്രമാണ് സുധാകരൻ മാറണമെന്ന ആവശ്യം അറിയിച്ചത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ശക്തമായ സമ്മർദ്ദം ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ നേതാക്കളുമായി ഇത് സംബന്ധിച്ച പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്താനും തീരുമാനിച്ചത്. ചിലർ പാർട്ടിയിൽ ഐക്യം ശക്തമാക്കണമെന്ന നിലപാടാണ് ഉയർത്തുന്നത്. സുധാകരനും സതീശനും തമ്മിലുള്ള അനൈക്യവും പലരും ചൂണ്ടിക്കാട്ടിയത് AICCയുടെ പരിഗണനയിലുണ്ട്. ഐക്യനീക്കത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്നും ചില മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഹൈക്കമാൻഡ് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. എന്നാൽ ദീപാദാസ് മുൻഷിയുമായുള്ള നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റുമെന്ന വാർത്തകൾ പ്രചരിപ്പിച്ചു വരുന്നു. ഇതിന് പിന്നിൽ സതീശൻ വിഭാഗമാണെന്ന് സുധാകരൻ അറിയാം. എന്നാൽ ഇത്തരത്തിൽ ഒരു ചർച്ചയുള്ളതായി ഹൈക്കമാൻഡ് ഇതുവരെ സുധാകരനെ അറിയിച്ചിട്ടില്ല. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സുധാകരൻ അനുകൂലികൾ.
കൂടിയാലോചനയില്ലാതെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കില്ലെന്ന പ്രതീക്ഷയും സുധാകരനുണ്ട്. അതേസമയം മറിച്ചൊരു തീരുമാനമെടുത്താൽ സുധാകരന്റെ ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധമുണ്ടാകും. ഇതിനിടെ സുധാകരനെ അനുനയിപ്പിച്ച് നേതൃമാറ്റത്തിനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട്. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവരുടെ പേരുകളാണ് കൂടുതലായി ഉയരുന്നത്. സാമുദായിക മാനദണ്ഡങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും കൂടി AICCയുടെ മുന്നിലുണ്ട്. പുതിയ അധ്യക്ഷന്റെ കീഴിൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാമെന്നതുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിലും സാമുദായിക സമവാക്യങ്ങൾ പ്രധാന ഘടകമായി മാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില കുതിച്ചുയരുന്നു. 60,440 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില. 240 രൂപയാണ് ഒരു പവന് ഇന്ന് വർദ്ധിച്ചത്. ഗ്രാമിന് 30 രൂപയാണ് വർദ്ധിച്ചത്. ബുധനാഴ്ച ഒറ്റയടിക്ക് 600 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 60,000 കടന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു പവന്റെ വില. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസിന്റെ ഫൈനൽ ലൈനപ്പായി. ഞായറാഴ്ചത്തെ ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. സെമി ഫൈനലിൽ ബെൻ ഷെൽട്ടനെ തോൽപ്പിച്ചാണ് സിന്നറിന്റെ മുന്നേറ്റം. ആദ്യ സെമിയിൽ നിന്ന് ജോക്കോവിച്ച് പിന്മാറിയതോടെയാണ് അലക്സാണ്ടർ സ്വരേവിന്റെ ഫൈനൽ പ്രവേശനം. പരിക്കിനെ തുടർന്നാണ് ജോക്കോവിച്ച് പിന്മാറിയത്. സ്വരേവ് ഒരു സെറ്റിന് മുന്നിട്ട് നിന്നപ്പോഴായിരുന്നു ജോക്കോയുടെ പിന്മാറ്റം. നാളെ നടക്കുന്ന വനിതാ ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്ക അമേരിക്കയുടെ മാഡിസൺ കീസിനെ നേരിടും. ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് അരീന സബലങ്ക ഇറങ്ങുന്നത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.